tongues of fire. നാവിൻ്റെ രൂപത്തിൽ ആത്മാവിറങ്ങി വന്നു. ആത്മാവിറങ്ങി വന്നത്, പുറം ലോകം അറിഞ്ഞത് ആരുടെ മേൽ ആത്മാവിറങ്ങി വന്നോ അവരുടെ നാവിലൂടെ വന്ന സംസാരം കേട്ടിട്ടാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പസ്തോല പ്രമുഖനായ വിശുദ്ധ പത്രോസ് ചാടി എഴുന്നേറ്റു. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങി. നാവ്. പിന്നെ അവർ യേശുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി. നാവ്. പിന്നീട് അവർ യേശുവിൻ്റെ സാക്ഷികളായി തെരുവീഥികളിൽ ധൈര്യപൂർവ്വം ഇറങ്ങി നടന്നു. അവർ നാവ് ഉപയോഗിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ സഭ രൂപപ്പെട്ടത് ഈ അവയവത്തിലൂടെയാണ്. സകല ദൈവകൃപകളും ഒഴുകി വരാൻ ദൈവം നമുക്ക് തന്നിട്ടുള്ള ശരീരത്തിലെ ഏറ്റവും പരിശുദ്ധമായ അവയവമാണ് നാവ്. എല്ലാ കൃപകളും ചോർന്നു പോകുന്നതും കുടുംബങ്ങൾ നാശത്തിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തുന്നതും നാവിലൂടെയുമാണ്. കൃപയിൽ ഒരു വ്യക്തി വളരുന്നത് നാവിലൂടെയാണ്. സകല കൃപകളും ചോർന്ന് കരിക്കട്ട പോലെ ഒരു വ്യക്തിയാവുന്നതും നാവിലൂടെയാണ്.